ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാനിന്ന് സാധിച്ചെടുത്തു. വേറൊന്നുമല്ല, എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. തന്നെത്താനെ കട്ടൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ പാർലറിൽ പോയിട്ട് ഇതുവരെയും കട്ട് ചെയ്തിട്ടില്ല. ചെറുപ്പത്തിൽ അമ്മയുടെയൊക്കെ കൂടെ പോയി കട്ട് ചെയ്തിട്ടല്ലാതെ ഞാൻ ഇത്രയും വലുതായിട്ട് ഞാൻ മുടിയൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു സലൂണിലാണ് പോയത്. ക്ഷമിക്കണം, എനിക്ക് ആ സലൂണിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മേരാക്കി സലൂൺ എന്ന് പറയുന്ന ഒരു സലൂണിലാണ് ഞാൻ പോയത്. അത് തൃപ്പൂണിത്തുറയിലാണത് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ മുടിയൊക്കെ വാഷ് ചെയ്തു. അങ്ങനെ എൻ്റെ മുടി കട്ട് ചെയ്യാനൊക്കെ എന്നെ കൊണ്ടുപോയിരുത്തി. സത്യം പറഞ്ഞാൽ എൻ്റെ മുടി കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുമായിരുന്നു. എന്നുവെച്ചാൽ അത്രയ്ക്കും നിങ്ങൾക്ക് കാണാമല്ലോ, എൻ്റെ മുടി ഭയങ്കര ബോറാണ്. നമ്മളെവിടെയെങ്കിലും ഒന്ന് പോകാനായിട്ടൊക്കെ ഒരുങ്ങി വരുമ്പോഴത്തേക്കും എല്ലാം കൊണ്ടും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി മേക്കപ്പൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ മുടി കൊണ്ടാണ് എനിക്ക് എപ്പോഴും പ്രശ്നം വരാറ്. മുടി എന്ത് ചെയ്യും, മുടി എങ്ങനെ കിട്ടും എന്നൊക്കെ ഭയങ്കര എൻ്റെ ഒരു കൺസേണാണ് മുടി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അവിടുത്തെ ആ ചേച്ചിയാണെങ്കിൽ നല്ല രീതിയിലാണ് സർവീസ് ചെയ്തത്. കാരണം ചേച്ചി ചോദിച്ചു എങ്ങനെയാണ് എത്രയാണ് വെട്ടേണ്ടതെന്നൊക്കെ. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം ഞാൻ മുടി വെട്ടിയിട്ടില്ല ഇങ്ങനൊന്നും പോയിട്ട്. അപ്പം ഏത് സ്റ്റൈലെന്നൊന്നും പറഞ്ഞു കൊടുക്കാനും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വൃത്തിയുടെ തോന്നാത്ത രീതിയിൽ ഇപ്പം എൻ്റെ മുടിയുടെ അവസ്ഥ കണ്ടല്ലോ ചോദിച്ചു. അപ്പോൾ അതനുസരിച്ചിട്ട് നല്ലൊരു ഒരു മെനയാക്കി തരാനും ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നല്ല രീതിയിലൊക്കെ വാഷ് ചെയ്തു. പിന്നെ വന്നിട്ട് മുടി ഹീറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഓരോ ലെയർ വൈസ് തിരിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കിതൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല. ഇങ്ങനെ ലെയർ വൈസ് തിരിച്ച് അവർ ഓരോ പോർഷൻസ് എടുത്തിട്ട് ഇങ്ങനെ ഹീറ്റ് ചെയ്ത് അതിങ്ങനെ കട്ട് ചെയ്തൊരു ലെയർ കട്ടാണ് അവർ ചെയ്ത് തന്നത് എനിക്ക് കേട്ടോ. എൻ്റെ മുടിയിൽ ലെയർ കട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മുടിയൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം ഇത്തിരി നീളം ലെങ്ത്തൊക്കെ ഉള്ള മുടിയിൽ ഹെയർ കട്ടൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും, അതിങ്ങനെ ലെയറായിട്ട് കിടക്കുന്നത് കാണാം. പക്ഷേ എനിക്കതില്ലല്ലോ. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞാൻ യു കട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് മനസ്സിൽ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ ചേച്ചി തന്നെയാണ് പറഞ്ഞത് ലെയർ കട്ട് ചെയ്യാം, അതാകുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് കിടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോണിടെയിലാണ് കെട്ടാറുള്ളത്. അപ്പം അങ്ങനെ ആകുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടി വൃത്തിയായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയാണ് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു. എന്തായാലും എൻ്റെ മുടിയിലൊരു താജ്മഹൽ തന്നെ ചേച്ചി പണിഞ്ഞിട്ടുണ്ട്. എനിക്കത് ഒത്തിരി ഇഷ്ടമായി. എന്ന് വെച്ചാൽ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു മുടിയൊന്ന് കട്ട് ചെയ്യണം, ഒന്ന് ഷോർട്ടാക്കണം എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒന്ന് പറ്റി. എന്താ പറയുക, കല്യാണത്തിനൊക്കെ മുമ്പാണെങ്കിലും എൻ്റെ മുടി അത്യാവശ്യം നല്ല മുടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ മുടി കെയർ ചെയ്തുകൊണ്ടിരുന്നത് അച്ഛനും അമ്മയൊക്കെയാണ്. അച്ഛനാണ് മെയിനായിട്ട് എൻ്റെ മുടി നോക്കിക്കൊണ്ടിരുന്നത്. ആ ടൈമിലൊക്കെ എനിക്ക് നല്ല ലെങ്ത്തും അതുപോലെ തന്നെ എന്താ പറയുക ഉള്ളും ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ വീട് മാറിയപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ മാറ്റം, അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു. പിന്നെ ആഫ്റ്റർ ഡെലിവറി എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, നല്ല രീതിയിൽ കൊഴിഞ്ഞു. ചീവാൻ എനിക്ക് പേടിയാണ്. ഒരു ചീപ്പെടുത്ത മുടി ചീവാൻ എനിക്ക് പേടിയാണ്. കാരണം ചീവിക്കഴിഞ്ഞാൽ ചീപ്പിനകത്ത് നിറച്ച് മുടിയാണ്. ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ ഹീറ്റ് ചെയ്ത് ആ ഒരു റൗണ്ട് ചീപ്പിൽ ഇങ്ങനെ വലിക്കുമ്പം എൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായി ഇതെല്ലാം കൂടി ഉരിഞ്ഞ് ആ ചീപ്പിനകത്ത് വന്നിരിക്കുമെന്ന്. എന്ന് വെച്ചാൽ അത്രയ്ക്കും എൻ്റെ മുടി പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല വിഷമമുണ്ട്. എൻ്റെ മുടി കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. പണ്ട് എന്നെ അറിയാവുന്നവരൊക്കെ കാണുമ്പോഴേ ചോദിക്കും മുടി ഒത്തിരി പോയല്ലോ, എന്ത് പറ്റി, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ് സത്യം പറഞ്ഞാൽ മുടി എന്ന് പറയുന്നത്. നമ്മുടെ മുടിയൊന്നും ഓക്കെ ആണെങ്കിൽ, നമ്മുടെ ഹെയർ സ്റ്റൈൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇതാ കണ്ടോ, എന്നെ ഓരോ സ്റ്റൈലിലിങ്ങനെ കാണിച്ചു തരാണ് ആ ചേച്ചി. ഇങ്ങനെ പോണിടെയിൽ ഇങ്ങനെ കിട്ടിയാൽ നന്നായിരിക്കും എന്നൊക്കെ. എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടമായി കേട്ടോ. കാരണം എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇങ്ങനെ വെട്ടിയിടണം എന്ന്. ദാണ്ടെ ഇവിടെയിരുന്ന് ഞാൻ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.
മുടി വെട്ടിക്കഴിഞ്ഞിട്ട് ഞാനവിടെ നിന്ന് തുള്ളിച്ചാടുമായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുത്തു. മുടിവെട്ടൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കുമായിരുന്നു. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ടൈമിൽ അവരത് എന്താ പറയുക ഹീറ്റ് ചെയ്ത് ഇങ്ങനെ അത് വെച്ചത് കൊണ്ട് ഞാനിങ്ങനെ കുലുങ്ങുമ്പോഴൊക്കെ അതിങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. അതെനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഫ്രണ്ടിലിങ്ങനെ, ബാക്കിൽ മുടിയൊന്നുമില്ല, പക്ഷേ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന ആ മുടിയൊക്കെ ഭയങ്കരമായിട്ട് ബൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.